കലോത്സവ നഗരിയിലെ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം ടീമും സജ്ജമാണ്. കലോത്സവ നഗരിയിൽ നിന്ന് അഞ്ജു ജയപ്രകാശ്, ലിജോ വർഗീസ്, സുജിത് ചന്ദ്രൻ എന്നിവർ കൂടി ചേരുന്നുണ്ട്. അഞ്ജുവിലേക്കാണ് ആദ്യം. അഞ്ജു, ഗുഡ് മോർണിംഗ്. കലോത്സവ നഗരിയിൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വലിയ ഒരുക്കങ്ങളായിരിക്കും. എങ്ങനെയൊക്കെയാണ് സജ്ജീകരണങ്ങൾ? എല്ലാം പൂർണ്ണമായോ? അതിന് ഗുഡ് മോർണിംഗ്. പ്രൗഢഗംഭീരമായിട്ടുള്ള കലോത്സവത്തിനായിട്ട് തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ ഈ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇന്നലെ തന്നെ എത്തി ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞു. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണുള്ളത്. എനിക്ക് പുറകിലായിട്ട് മാധ്യമ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോ പുകയടിച്ച് ഇവിടെ ഒക്കെ അണുവിമുക്തമാക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അതിനിടയിൽ നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്. അങ്ങനെ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷെ നാളെ ഇതായിരിക്കില്ല സ്ഥിതി, ആകെ മാറും. നമുക്കറിയാം, നാളെ ഒരു 9 മണിയോടുകൂടി, ഒരു 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുക. അതും ഇതേ വേദിയിൽ വെച്ചിട്ടാണ്. MT നില എന്നതാണ് ഈ വേദിക്ക് ഇട്ടിരിക്കുന്ന പേര്. നമുക്ക് ലിജോ ചേട്ടനുണ്ട് നമ്മുടെ ഒപ്പം. ലിജോ ചേട്ടാ, ഇതിപ്പോ എത്രാമത്തെ സ്കൂൾ കലോത്സവമാണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് 4ാമത്തെയാണ്. ഞാൻ തുടങ്ങുന്ന പക്ഷേ തിരുവനന്തപുരത്താണ്. 2016 കലോത്സവത്തിൽ റിപ്പോർട്ടിംഗ് വരുന്നത്. അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2016 മുതലാണ്. അന്നും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് പക്ഷേ വൈകുന്നേരമായിരുന്നു ഉദ്ഘാടനമൊക്കെ വെച്ചിരുന്നത് അന്ന് ആ ദിവസങ്ങൾ. പക്ഷെ ഇത്തവണ രാവിലെ ആക്കിയിട്ടുണ്ട്. അതൊരു കുറച്ചും കൂടെ നമുക്ക് അന്ന് മുതലേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കുറച്ചും കൂടെ പരിപാടികൾ കൂടുതൽ എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ ആ ഒരു ദിവസം കൂടി നമുക്ക് കിട്ടും. 4-ാം തീയതി രാവിലെ മുതൽ പരിപാടികൾ തുടങ്ങാൻ കഴിയുന്ന തരത്തിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. സംഘാടനത്തിലൊക്കെ കുറേ കൂടെ മികച്ച് നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നത് പോലെയല്ല, ഇന്ന് ഓരോ ദിവസം കഴിയും തോറും സ്റ്റേജുകളുടെ പണിയൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും 10-26 സ്റ്റേജുകൾ വരുമ്പോഴത് അത്രയും ചെയ്തെടുക്കണം. അത് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് ആഘോഷങ്ങളാണ്. ഇപ്പോൾ IFFK കഴിഞ്ഞു, അതിനുശേഷം ക്രിസ്മസ് പുതുവത്സരത്തിൻ്റെ വലിയൊരു ആഘോഷം ഒരു 10 ദിവസം ആ തരത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്ത് കലോത്സവം വരുന്നു. അങ്ങനെ ബാക്ക് ടു ബാക്ക് ആഘോഷങ്ങളുള്ളൊരു സ്ഥലത്താണ് തിരുവനന്തപുരം ഇത്തവണ ഉള്ളത്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് എല്ലാവരും പ്രിപ്പയർഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പലരും ചോദിച്ചപ്പോൾ പല നാടുകളിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള, ഞാൻ ഇപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകർ അങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാളുകൾ, നമ്മുടെ ഓരോ ചാനൽ ക്രൂ ഇപ്പോൾ കാണാം. അതൊരു ചാനലുകൾക്കും കൂടെ അങ്ങനെ ഒരു ആഘോഷമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ അതിൽ ചാനൽ ക്രൂ എല്ലാം അവിടെ വരുന്നുണ്ട്. അങ്ങനെ വലിയ ആഘോഷവും സന്തോഷവും, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുറച്ചൊരു കാലത്തേക്ക്, കുട്ടിക്കാലത്തേക്കൊക്കെ പോകാൻ കഴിയുന്ന, നമ്മുടെ സ്കൂൾ കാലമൊക്കെ ഓർക്കാവുന്ന അത്രയും ഒരു സന്തോഷമുള്ളൊരു സമയത്താണുള്ളത്. പിന്നെ മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, കുറച്ചും കൂടെ ഒരു ഇത്തവണ നമ്മളൊരു അതിജീവനം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ വലിയൊരു ദുരന്തത്തെ നേരിട്ട് അതിനുശേഷം വരുന്ന ഒരു അതിജീവനമാണ്. അത് കുട്ടികളെ വലിയ രീതിയിൽ ബാധിച്ചു. ഒരു സ്കൂൾ തന്നെ, വെള്ളാർമല സ്കൂളൊക്കെ പോകുന്ന കാര്യത്തിൽ ആ ഒരു സ്കൂളുമായി റിലേറ്റ് ചെയ്ത് വലിയൊരു സങ്കടകരമായ വസ്തുതയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉണ്ട്. അതിന് റിക്കവറായി വരുന്ന കുട്ടികളുടെ ഒരു, അല്ലെങ്കിൽ ആ വയനാട്ടിൽ നിന്നുള്ള അത്തരം കുട്ടികളും കൂടെ വരുന്നതാണ്. അപ്പോൾ അവരാണ് തോന്നുന്നു തുടക്കത്തിൽ നിന്ന് അവരുടെ വെള്ളാർമല സ്കൂളിൽ നിന്നാണ് സ്വാഗത നൃത്തം വരുന്നത് അവരുടെയാണ്. അവരൊരു നാടകം വരുന്നുണ്ട്. ഇതേ തീമിൽ തന്നെ അവരുടെ അതിജീവനം, അവർ ജീവിതം പറയുന്നുണ്ട് നാടകത്തിൽ. അപ്പോൾ അത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ ഗോത്ര നൃത്തങ്ങൾ ഒരുപക്ഷെ കുറേ കാലങ്ങളായിട്ട്, അന്ന് തിരുവനന്തപുരത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, 2016 പ്രതിഷേധ സൂചകമായിട്ട് ഇത്തരത്തിൽ ഗോത്ര നൃത്തങ്ങൾ മറ്റൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആദ്യം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നതിന് ശേഷം ഒരു വേദി കൊടുത്തു ഈ നൃത്തം അവതരിപ്പിക്കും. അന്ന് ഇത് മത്സര ഇനമല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതൊരു മത്സര ഇനമായിട്ട് വരികയാണ്. അത് ഏത് തരത്തിലാണ് വരുന്നത്? ഇപ്പോൾ ഗോത്ര നൃത്തങ്ങൾ, ഇപ്പോൾ പളിയ നൃത്തം, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല സമുദായത്തിന് ഇപ്പോൾ മംഗലങ്ങളിയൊക്കെ എങ്ങനെയാണ് വേദിയിലേക്ക് എത്തുക, അതായത് അതിൻ്റെ തനിമയോടുകൂടി വരുമോ, അത് വെച്ചാൽ ഒരു സംസ്കാരവും കൂടെ വരികയാണല്ലോ. അപ്പോൾ അതെങ്ങനെ വരും, അത് കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആകാംക്ഷയാണ്. നമുക്ക് സുജിത് ചന്ദ്രനും കൂടി നമ്മുടെ കൂടെ എല്ലാം കൊണ്ട് കസക്കാണോ. അപ്പൊ നമ്മള് സുജിത് ചന്ദ്രനിലേക്ക് പോവാണ്. ഇവിടുത്തെ ഇപ്പോ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം എങ്ങനെയാണ്? കുറെ നടക്കണം നമ്മുടെ അടുത്തേക്ക് അല്ലേ ലിജോ? ഏതായാലും ഞങ്ങള് ന്യൂസ് മലയാളം വലിയ ടീമാണ് വരുന്നത്. 50 പേരുടെ വലിയൊരു ടീം. ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ കലോത്സവമല്ല ലിജോ, നമ്മുടെ അറിയല്ല. പക്ഷേ നമ്മൾ ടീമായിട്ട് സംഘം ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൊലിമ, തെളിമ ഒന്നും ഒട്ടും കുറയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ വലിയൊരു
ആഗ്രഹം. അങ്ങനെ തന്നെ ഇത് സംഭവിക്കും. ഇപ്പോൾ 2 സംഘങ്ങൾ ന്യൂസ് മലയാളത്തിൻ്റെ ഇവിടെ എത്തി. ഞാനും ലിജോയൊക്കെ കൂടി ഇന്നലെ എത്തി. അഞ്ജുവും സംഘവും മഹേഷേട്ടനും സംഘവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ട്. യാത്രയിലാണ്. ഇനി ഒരു സംഘം കൂടി അവർ വൈകുന്നേരത്തോടു കൂടി എത്തും. നമ്മുടെ പവലിയൻ അപ്പുറത്തുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം അല്ലേ? അപ്പോ 10-15,000 ആളുകളുടെ അല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്നു. നിങ്ങൾ ഇതുവരെ എന്താ സംസാരിച്ചതെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. പുതുമയും ഇത്തവണത്തെ പ്രത്യേകത ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഗോത്ര നൃത്തത്തെ കുറിച്ച് പറഞ്ഞു, സ്കൂളിന്റെ കഥ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഗോത്ര നൃത്തത്തെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ വർഷം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ഒരു വയനാട് ദുരന്തത്തിന്റെ വലിയ അല്ലേ ഞെട്ടലിന് ശേഷം അവരെ ആ ഒരു ഇൻക്ലൂഷൻ ആ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് തന്നെ അല്ലേ അവരുടെ സ്വാഗത ഗാനം, അതൊക്കെയാണ് എനിക്കൊരു വൈകാരികമായിട്ടുള്ള ഇതിനോടൊരു അടുപ്പം തോന്നിയത്. അതെ അതെ, ജീവിതം തുടരുകയാണ്. അതിന്റെ വലിയ കലയുടെ ആഘോഷവും ഒക്കെ അതിനെ ഇങ്ങനെ ചാരുത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് കലയ്ക്ക് മാത്രമേ ഇത് പറ്റൂ. മൂടിയിട്ട് കാണുമോ എന്നുള്ളതാണ് എനിക്ക് ആകെ. പക്ഷെ ഇത് മഞ്ഞല്ല കേട്ടോ, അതൊരു പ്രിപ്പറേഷൻ ഭാഗമാണ്. ഇതിൽ ഭയങ്കര സൗകര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തു പോകുന്നത് അതായത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ. ഇന്നലെ കുറച്ച് ചേച്ചിമാർ വന്നിരുന്നു. അവർ ഇവിടെ 1-2 ടാങ്കുകളിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് പറഞ്ഞത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ വേറെ ഒന്നും കലക്കാൻ പറ്റില്ല. ആ വെള്ളം മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ കാണുന്നുണ്ട്. പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അങ്ങോട്ടേക്ക് പോകുന്നതെല്ലാം തന്നെ നമ്മള് 1-ാം നമ്പറാണ്. നമ്മളെ സ്റ്റാൾ നമ്പർ 1-ാം നമ്പറാണ്. സ്റ്റാളിൽ നമ്മൾ 1-ാം നമ്പറാണ്. 1-ൽ വന്ന് 26 സ്റ്റാൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ റോയിൽ തന്നെ കഴിഞ്ഞ് പോകുമ്പോ അതെ നമ്മള് നമ്പർ 1-ാം നമ്പർ ആവണം. അതെ അതാണ് പ്രഷറും അത്തരത്തിലുള്ള സ്റ്റോറികളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെയാണ് നമ്മള് 12 റിപ്പോർട്ടേഴ്സും 10-16 ക്യാമറമാന്മാരും എല്ലാ വേദികളിലും ഒക്കെ ആയിട്ട്, അതേപോലെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരൊക്കെ ഒന്നു ചേർന്ന ഒരു സംഘം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരു സംഘമായി ചേർന്നിരുന്ന വലിയ ഇവൻ്റാണ്. അതതിൻ്റെ എല്ലാ തെളിമയിലും പൊലിമയിലും സൗന്ദര്യത്തിലും ഒക്കെ തന്നെ പ്രേക്ഷകരിലെത്തിക്കും. പൊതുവെ ടെലിവിഷൻ ജേർണലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയാറുള്ളത് പോലെ സമാന്തര കലോത്സവം എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ നടത്തുന്നില്ല. അതെ, ഇല്ല. അങ്ങനെ ഒരു ഓൾറെഡി അവർ വലിയൊരു ഘോഷം അല്ലെങ്കിൽ വലിയൊരു ആഘോഷം അവിടെ നടക്കുന്നുണ്ട്. ആഘോഷം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അതെന്താ ആ ആഘോഷത്തെ സ്ക്രീനിലെത്തിക്കുക എന്നുള്ള അതിന്റെ ആവേശവും അതിന്റെ ഭംഗിയും സൗന്ദര്യവും ഒരു ഊർജവും ഒരു അല്പം പോലും ചോരാതെ അടുത്ത 7 ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. എല്ലാ വേദികളിൽ നിന്നും തത്സമയ സംപ്രേഷണം നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രത്യേകമായിട്ടൊരു സ്ട്രീം തുടങ്ങുന്നുണ്ട്. അവിടെ 24 മണിക്കൂർ അല്ലെങ്കിൽ വേദികൾ ഉറങ്ങുവോളം. വേദികൾ ഉറങ്ങില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല. അതിനിടയിലേ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ സുജിത്തേട്ടനും ലിജോ ചേട്ടനൊക്കെ ഏതൊക്കെ ഐറ്റത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചുമ്മാ ഈ ഒരു അവസരം. യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ സ്റ്റേറ്റ് ലെവലിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. നാടക മത്സരം ഒരിക്കൽ സ്റ്റേറ്റ് ലെവലിലേക്ക് ഒരു അപ്പീലിൻ്റെ ഒക്കെ മേലെ വന്നിട്ടുണ്ട്. അതിന് പ്രൈസ് ഉണ്ടായിട്ടില്ല. പിന്നെ എഴുത്ത്, ഉപന്യാസം അങ്ങനെയൊക്കെ ആയിട്ട് ജില്ലാ ലെവലൊക്കെ വരെ വന്നിട്ട് മുകളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു എനിക്കും നാടകമാണ്. നമ്മുടെ നാടകമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് എത്തിയിട്ടില്ല. ജില്ലാ തലത്തിലൊക്കെ വെച്ച് വീണ്ടും നമ്മൾ തിരിച്ചു പോകും. വീണ്ടും അടുത്ത നാടകത്തിലൊക്കെ കുറച്ചുകൂടെ സജീവം ക്യാമ്പസ് നാടകമൊക്കെ ആകുമ്പോഴത്തേക്കാണ്. അത് പറയണ്ടല്ലോ ഇവിടെ അല്ലേ. സ്കൂൾ കാലം അതാണ് നമ്മളെ കൂടുതൽ. പിന്നെ നമ്മള് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ അങ്ങനെയൊന്നുമില്ല. നൃത്യങ്ങളും സംഘനൃത്തത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. വന്നിട്ടുണ്ട്. സ്റ്റേറ്റിൽ വന്നിട്ടില്ല. അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കലോത്സവത്തിന്റെ ഒക്കെ ഓരം പറ്റി ഇതിന്റെ ഒരു ആഗ്രഹത്തോടെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊരു കുട്ടി. പിന്നെ ലിജോയുടെ ഒരുപാട് കലോത്സവമായിട്ടുണ്ടാവും അല്ലേ? ഞാനിത് എനിക്ക് 4ാമതാണ്. ഞാൻ പറഞ്ഞു 2016 തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഒരു കലോത്സവം. 2016 നമ്മൾ 2 സ്ഥാപനങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഒന്നിച്ചു തന്നു. അപ്പൊ അന്ന് അവിടെ മുതലാണ്. കാരണം അതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെത്താനുള്ളൊരു പിന്നെ ലിജോ ദീർഘകാലം ഡൽഹിയിലേക്ക് പോയി. അതുകൊണ്ട് നമുക്കത് കിട്ടാത്തൊരു ഇതായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴും കൊതിയുണ്ട്. ദേശീയ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേരളത്തിൽ നിന്ന് ലിജോ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ കോഴിക്കോട് ഞങ്ങളുടെ ബ്യൂറോയുടെ ചീഫാണ്. പക്ഷേ ലിജോ അടിസ്ഥാനപരമായി നാടകക്കാരനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അമേച്ചർ നാടകവേദിയിൽ പ്രൊഡക്ഷൻസുമായിട്ടൊക്കെ സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അല്ലേ നമ്മൾ ഈ ഒരു ഡെയിലി റിപ്പോർട്ടിങ് അതിന്റെ ബഹളങ്ങൾ ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു തിരിച്ചുവരവിന്റെ അവിടുന്ന് ഒരു ഊർജ്ജം വരുന്ന പോലെ നമ്മൾ എത്ര രാത്രിയിലും പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നത് നമ്മൾ മാത്രമല്ല
എല്ലാ റിപ്പോർട്ടേഴ്സും അങ്ങനെ ആയിരിക്കണം, എല്ലാ ചാനലിലെ റിപ്പോർട്ടേഴ്സും അങ്ങനെ ആയിരിക്കും. അവർക്കൊക്കെ ആ ഒരു വൈബിലൊപ്പം തന്നെ എല്ലാ ചാനലുകളിലും ഇങ്ങനെ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റോട് ചുറ്റും എല്ലാവരും ഇതേപോലെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു. തീർച്ചയായും. അപ്പോൾ അതിനൊപ്പം അതിന് മീതെ ഒക്കെ നമ്മുടെ വലിയ സംഘം ഇവിടെ ഉണ്ടാവും. രണ്ടാമത്തെ അവർ കൊച്ചിയിലെത്തിയല്ലേ ഇപ്പോൾ, രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു 10-50 പേരുടെ വലിയൊരു സംഘവുമായിട്ടാണ് ന്യൂസ് മലയാളം ആദ്യത്തെ അതിൻ്റെ ഒരു വലിയ ഇവന്റ്, ബൈ ഇലക്ഷൻ നമ്മൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൾച്ചറൽ ഇവന്റ് നമ്മളിങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഫുൾ സെറ്റ് എല്ലാം സെറ്റായിട്ടാണ് ഇത്തവണ കസക്കാൻ ന്യൂസ് മലയാളമുണ്ട്. ഒന്നാം വേദിയിൽ, അതായത് ഒന്നാം പവലിലായിട്ട് തന്നെ നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരും നമുക്കൊപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാണണം അല്ലേ? കാണണം. കുറച്ച് ദിവസങ്ങൾ നമ്മളിവിടെ ഉണ്ടാവും. നമ്മളിവിടെ ഉണ്ടാവും, കാണണം.